ബീഫിനും പൊറോട്ടയ്ക്കും വേണ്ടി ഇത്രയും അധികം ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് മരുന്ന് ബീഫ് കണ്ടുപിടിച്ച കൊല്ലം മങ്ങാട്ടുള്ള സുധാകരൻ ചേട്ടന്റെ കുഞ്ഞു കടയാണിത്. യാതൊരു മായവും ചേർക്കാതെ ആട്ടിയ വെളിച്ചെണ്ണയിൽ 24 പരം അങ്ങാടി മരുന്നുകൾ ചേർത്ത് 3.5 മണിക്കൂറിൽ വിറകടുപ്പിൽ ഒരേ തീയിൽ വേവിച്ചെടുക്കുന്ന മരുന്ന് ബീഫാണ് ഇവിടെ സുധാകരൻ ചേട്ടൻ കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ നല്ല സോഫ്റ്റ് പൊറോട്ടയും ഉണ്ട്. അതെല്ലാം ഇത് മേടിക്കുന്നത് ഞാൻ തൊട്ടടുത്തുള്ളത് വരും, നമുക്ക് ഉണ്ടെങ്കിൽ തരും, അത്രേ ഉള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചോണ്ടിരിക്കത്തില്ല, ഒന്നൊരു സാധനം വെച്ചോണ്ടിരിക്കത്തില്ല, അന്നേരം തീരും പരിപാടി. ഞങ്ങൾ അങ്ങനെ ഒരുവിധം പാടുപെട്ടി ഇതിനെ കടയുടെ ഉള്ളിൽ കയറി കേട്ടോ. സുധാകരൻ ചേട്ടൻ ഭയങ്കര തിരക്കിലാണ്. 5 പൊറോട്ടയും ബീഫുമാണ് ഇവിടുത്തെ കോംബോ. 200 രൂപയാണ് ഇതിന്റെ വില. ഇവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല, ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ബീഫ് കിട്ടിയോ? മരുന്ന് ബീഫ് കിട്ടി. ഇത് 3ാമത്തെ തവണ വന്നിട്ട് കിട്ടാതെ പോയിട്ട് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞ് 7 മണിക്ക് വിളിച്ചു പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് 1 മണിക്കൂർ നിന്നു. അതിനുശേഷം കിട്ടിയതാണ്. എവിടുന്ന് വരുവാ? കോന്നിന്ന് വരും, പത്തനംതിട്ട. കോന്നിന്ന് വരും അല്ലേ? 3 വട്ടം വന്നിട്ട് കിട്ടിയില്ല നേരത്തെ. കഴിച്ചിട്ടുണ്ടോ നേരത്തെ? 1 വട്ടം കഴിച്ചിട്ടുണ്ട്. എങ്ങനെ സാധനം? നല്ല സാധനമാണ്, സൂപ്പർ സാധനം. അതുകൊണ്ട് അതിൽ വീണ്ടും വന്നത്. 7 മണിയാകുമ്പോൾ ഇവിടെ വന്നല്ലേ? 7 മണിക്ക് വന്നു. ഞാൻ കോഴിക്കോട് നിന്ന് വരാം. സാധനം കിട്ടുമെന്ന് അറിയാൻ വീഡിയോ. ഞാനൊരു 8-7 മണി ആയിട്ടുണ്ട് അവിടെ ലാൻഡ് ആയിട്ട്. ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇറങ്ങിയതാണ്. കോഴിക്കോട് നിന്ന് വരാണ്. ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോ അവിടെ നിന്ന് ഇറങ്ങി. ബ്ലോക്ക് കാരണം കൊണ്ടൊക്കെ ഇവിടെ ഒരു 8 മണി അതിനായിട്ട് വന്നാണ്. 3 എണ്ണം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരെണ്ണെങ്കിലും കിട്ടുമെന്നുള്ള ഇതാണ് ഇപ്പൊ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കിട്ടിയ അൽഹംദുലില്ലാ റാഹത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നല്ല തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരും കഴിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാണ്. അതുകൊണ്ടാണ് ഒരെണ്ണക്കടി കിട്ടിയ ഉപകാരം എന്ന് പറയുന്നത്. എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ ഒരാളെ 6 മണിക്ക് വന്നിട്ടുണ്ട്, 5 മണിക്കൊക്കെ വന്നവരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ. ഇതാ ഈ പുള്ളിക്കാരൻ 2 ദിവസമല്ല ഓടാ വരുന്നത്. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് സുധാകരൻ ചേട്ടന്റെ പൊറോട്ട എല്ലാം കാലിയായി കേട്ടോ. കുറെ ആൾക്കാർക്ക് കിട്ടാതെ തിരിച്ചുപോയി. ഇനി കുറച്ച് ബീഫ് മാത്രമായിട്ടാണ് ബാക്കി വന്നത്. അങ്ങനെ ബീഫ് മാത്രമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെമ്പ് വടിച്ചിട്ട് അവസാനത്തെ ബീഫും അങ്ങനെ കാലിയായിരിക്കുകയാണ്. മരുന്ന് ബീഫ് കിട്ടിയോ? മരുന്ന് ബീഫ് കിട്ടി. ഞാനൊരു വർഷമായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കാം. കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്ന സമയത്ത് ഇവിടെ വന്നു, സാധനം കിട്ടിയില്ല. ഈ പ്രാവശ്യം ഇപ്പൊ ഞാൻ ഇത് 3ാമത്തെ ദിവസം. കഴിഞ്ഞ ലാസ്റ്റ് 2 ദിവസം മുന്നേ വന്ന സമയത്ത് ലാസ്റ്റ് ഒരു പൊറോട്ട ചട്ടിയിലിട്ട് വടിച്ചാ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും വന്ന പോരെണ്ണം കിട്ടി. ലാസ്റ്റ് എല്ലാരും പോയിട്ട് സുധാകരൻ വേറെ ആർക്കും കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം കഴിക്കാൻ പോവാണ്. ഇപ്പൊ കിട്ടിയാല് അന്ന് ചട്ടി വടിച്ചെന്ന് എന്താ പറയാ, മരുന്ന് ബീഫിന്റെ അടിപൊളിയാ, കഴിക്കണം. ചേട്ടാ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ലോകത്തുള്ള ആൾക്കാർക്ക് മൊത്തം അറിയാം സുധാകരൻ ചേട്ടനെ. എന്നാലും ചോദിക്കോ ചേട്ടാ, എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? ഈ മരുന്ന് ബീഫിന്റെ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. ഇതിന്റെ പ്രത്യേകത എങ്ങനെയാ? കൂട്ടൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല എല്ലാവർക്കും? കൂട്ട് പറഞ്ഞു കൊടുത്താൽ ബുദ്ധിമുട്ടാണ്. ഒരു ദൈവത്തിന്റെ ഒരു കളിയാന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ വന്നപ്പോ കണ്ട് ഭയങ്കര തിരക്കായിരുന്നു, നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു ഇവിടെ. എത്ര മണിക്കാണ് തുടങ്ങുന്നത്? ഇത് ഞാനിവിടെ രാവിലെ 3 മണിക്ക് വരും. വെളുപ്പിനെ 3 മണിക്ക് ഒരു 9 മണിയാകുമ്പോൾ തുടങ്ങും. 9 മണിയാകുമ്പോൾ തുടങ്ങും, കൊടുത്തു തുടങ്ങും. അത് നമ്മളിവിടെ ഇത് നമ്മൾ പിന്നെ കെമിക്കലൊന്നും ചേർക്കാൻ ചെയ്യുന്നൊരു സാധനം ആരും ചെയ്ത് കൊടുക്കത്തില്ല. ഇല്ല, വലിയ ലാഭമൊന്നും വലുതായിട്ടുള്ളതല്ല. നമ്മള് ജീവിതം നടന്നു പോകുന്നല്ലാണ്ട് കഴിക്കുന്നവർക്ക് അത് വളരെ 24 കൂട്ടം വെറൈറ്റികൾ ചേരുന്നതാണ്. 24 കൂട്ടം വെറൈറ്റി.
വിദേശത്തൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നു പറയുന്നേക്കാം. വിദേശം, ലണ്ടൻ, അമേരിക്ക ഇവിടുന്ന് പാർസൽ കൊണ്ടുപോകും ഇന്നും ഉണ്ട്. ഉണ്ടാക്കുന്നത്. ഓർഡർ നാളെയും ഉണ്ട് ലണ്ടൻ. ഉണ്ട്. നമ്മള് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് കൊടുക്കുമല്ല, ഒരുപാട് കുറച്ചൊക്കെ കൊടുക്കും. നമ്മൾ ചെയ്യുന്ന നമ്മളെ കൊണ്ട് ഒക്കുന്നേ ചെയ്ത് കൊടുക്കും. സുധാകരനെ ഫോൺ വിളിച്ച് പറയണോ? അങ്ങനെ പറയണം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നിന്ന് അവസാനം ഒരു പൊതി മരുന്ന് ബീഫാണ് കിട്ടിയത്. ഒരു മരുന്ന് ബീഫാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കുമായിരുന്നു അവിടെ മരുന്ന് ബീഫിന് വേണ്ടിയിട്ട്. നമുക്ക് അവസാനം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. വാഴയിലേക്കകത്താണ് പൊതിഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല, പാർസൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളത് കഴിക്കാനായിട്ട് നമ്മളൊരു കായൽ തീരത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊരു കായൽ തീരമുണ്ട്, അവിടെ നമ്മൾ വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ആ പൊതി അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോഴുണ്ടല്ലോ, ആ മരുന്ന് ബീഫിൽ കുതിർന്നിരിക്കുന്ന പൊറോട്ടയും ആ വാഴയിലയുടെ മണവും കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഓരോ മലയാളികളും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് നമ്മുടെ സുധാകരൻ ചേട്ടന്റെ മരുന്ന് ബീഫ്. ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 3.25 മണിക്കൂർ ഒരേ തീ കിടന്നാണ്. 3.25 മണിക്കൂർ വിറവിന്റെ അടുപ്പില് 3.25 മണിക്കൂർ 3.25 മണിക്കൂർ ഒരേ തീയില് ഇറങ്ങുന്നിടം വരെ ഒരു തീയ. ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നല്ലേ? ഹെൽപ്പിന് ആരുമില്ല? ഇല്ല. 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് തീരുമല്ലേ? 1 മണിക്കൂർ കുറെ ആൾക്കാർക്ക് കിട്ടിയില്ല, കുറെ ആൾക്കാർ കിട്ടാതെ പോയി. ഇത് രാവിലെ തൊട്ട് നമ്മൾ പറഞ്ഞിടത്തേ ഉള്ളൂ. ഇത്രയും തെരല് വരും, വണ്ടിയെല്ലാം ബ്ലോക്ക് ആവും. 9 മണിട്ടേ കൊടുത്തു തുടങ്ങത്തുള്ളൂ അല്ലേ? എപ്പൊ ശരിയാവുന്ന അപ്പോഴും കൊടുക്കും. ഇപ്പൊ തീരുന്ന അന്നേരം തീരും. വെളുപ്പിന് എത്ര മണിക്ക് വരും? 3 മണിക്ക് വരും. അപ്പോൾ ഗൈസ് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഈ കട ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് കൊല്ലം മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ.